ചേട്ടാ സംസാരിക്കാൻ പറ്റുമോ? ഈ സമയത്ത് ഉണ്ടായിരുന്നു എല്ലാവരും അകത്തുള്ള എല്ലാവരും ഇറക്കിയില്ലേ? എല്ലാവരും പുറത്താക്കിയത്. അതിനുള്ളിൽ നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ പിന്നെ പൊടി അടിച്ചൊക്കെ റെഡിയാക്കിയാണ്, കംപ്ലീറ്റ് ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ അവര് വെള്ളം അടിച്ചിങ്ങനെ പിന്നെ ഇനി ആളില്ല ആള് ഫുള്ള് പുറത്തിറങ്ങി, എല്ലാം സേഫ്റ്റിയാണ്. വളണ്ടിയർമാരല്ലേ? എന്താണ് വലിയ ശബ്ദത്തോടെയായിരുന്നു? ആദ്യം ഒരു ചെറിയ പുക വന്ന് 2-3 പ്രാവശ്യം കറണ്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ ബ്രോഡിനുള്ളിൽ ഒരു പുക വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ അന്നേരം തന്നെ ഞങ്ങൾ ഫയർ സേഫ്റ്റി മറ്റേ ഇതുണ്ടല്ലോ പൊടി അടിക്കാളെ അത് എടുത്ത് റെഡി ആക്കിയപ്പോൾ പിന്നെ ചില്ല് പൊട്ടിച്ച് ഉള്ളിൽ അടിച്ച്. പിന്നെ ആളൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആളുണ്ട് വിചാരിച്ചു. പിന്നെ ആളൊന്നുമില്ല. പിന്നെ അപ്പോഴത്തേനും എല്ലാവരും ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇത് തന്നെയാണോ പൊട്ടിത്തെറിയുണ്ടായത്? പുറത്തുനിന്ന് സൈഡിൽ നിന്ന് ഉള്ളിൽ UPS ഇതാന്ന് തോന്നുന്നുണ്ട്. UPS റൂമാണെന്ന് തോന്നുന്നു. വണ്ടിയേഴ്സും സ്റ്റാഫെല്ലാം കൂടി പേഷ്യൻസിനെ എന്താക്കി പുറത്തേക്ക്. എത്ര ആൾക്കാരെ ഇപ്പൊ മാറ്റിയിട്ടുണ്ടാവും? ആൾക്കാരുണ്ടാവും. ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 50 കൂടുതൽ ആളുകളെ മാറ്റി. താമരശ്ശേരി ഓട്ടോറും കാറും കൂടി കൂട്ടി വെച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് പുക ഉയർന്നത്. ഒരുപാട് രോഗികളുണ്ടായിരുന്നു. ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഫയർഫോഴ്സ് എന്തായാലും സ്ഥലത്തെത്തി അവിടെ നിന്ന് ഒരു പുക നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരുപാട് രോഗികൾ എത്തുന്ന അത്യാഹിത വിഭാഗത്തിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത്. വലിയ ആശങ്കയാണ് അവിടെ സ്ഥലത്തുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് തന്നെ സ്ഥലത്തെത്തി അവിടെ നിന്ന് ആ ഒരു പുക മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രോഗികളെല്ലാം സുരക്ഷിതമായി അവരുടെ കൂട്ടിരിപ്പുകാരെല്ലാം സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാഹുൽ KV അവിടെ നിന്ന് തുടരുന്നുണ്ട്. രാഹുൽ, ഏകദേശം അരമണിക്കൂറോളമായി പുക ഉയർന്നിട്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു? ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? ഇന്ന് അത് സംബന്ധിച്ച് വ്യക്തമായൊരു കാരണം എന്താണെന്ന് സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി ഉദ്യോഗസ്ഥരുമായി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരും ഈ രംഗം ഒന്ന് ശാന്തമാക്കുന്നതിനുള്ള തിരക്കിലാണ്. പക്ഷെ ദൃക്സാക്ഷികൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് വലിയ ശബ്ദമുണ്ടായി, പൊട്ടിത്തെറി ഉണ്ടായി, ആദ്യം പുകയുയർന്നു, പിന്നീട് പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് യുവത്തിൽ എങ്ങനെയാണ് ഈ പുക ഉയർന്നത്, അതിന്റെ ഉറവിടം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു, അതിന് പിന്നാലെ പുക ഉയരുകയായിരുന്നു എന്നാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർക്ക് എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴെന്തായാലും ആ സ്ഥലം ക്ലിയർ ചെയ്യുന്നുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും എന്തായാലും സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഓടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിൽ പുക ഉയർന്നതുകൊണ്ട് തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം വലിയ ആശങ്കയിലാണ്. പക്ഷേ ഇപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. രോഗികളെയും അവിടെ എത്തിയ കൂട്ടിരിപ്പുകാരെയും എല്ലാം സുരക്ഷിതമായി തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് രാഹുൽ KV റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പുക പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞോ? എന്താണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ?